തലയ്ക്കുമീതെ ഒരു മേൽക്കൂര ഉണ്ടായിരിക്കുക എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. ഈ ലോകത്ത് അതില്ലാത്തവർ അനേകരുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അത്തരം വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ ഇപ്പോഴും അത്തരം കഷ്ടതകളിലൂടെ കടന്നു പോവുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്കൊരു വീടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മിൽ പലരും താമസിക്കുന്ന വീട് നമ്മുടെ സ്വന്തമല്ല. വാടകയ്ക്ക് താമസിക്കുന്ന അനേക ആളുകളുണ്ട്. അവർ ആ വീട്ടിൽ നിന്ന് എന്നെങ്കിലുമൊക്കെ മാറേണ്ടി വരും. പലർക്കും അടിക്കടി വീട് മാറേണ്ടി വരും. അതിന് പല കാരണങ്ങളുമുണ്ട്. ഇന്ന് വീട് മാറേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വിവിധ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കേൾക്കാം.
വീട് മാറുക എന്നത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരുണ്ട്. എല്ലാ 2 വർഷങ്ങൾ അല്ലെങ്കിൽ 3 വർഷങ്ങൾ കഴിയുമ്പോൾ ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇത് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരും സുരക്ഷാ ജോലി ചെയ്യുന്നവരും ഒക്കെയാണ്. അവർക്ക് ചില വർഷങ്ങൾ മാത്രമേ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ സാധിക്കൂ. അത് കഴിഞ്ഞ് അവിടെ നിന്നും സ്ഥലം മാറിപ്പോകണം. ജോലി ചെയ്യുന്നവർ സ്ഥലം മാറ്റത്തിന് തയ്യാറായി തന്നെയാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. എന്നാൽ അവരുടെ കുടുംബാംഗങ്ങൾ ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കും. സ്ഥലം മാറാനുള്ള ചെലവുകളൊന്നും ജോലിക്കാർക്കൊരു പ്രശ്നമല്ല. എന്നാൽ മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് കുട്ടികൾ. ജോലിക്കാരുടെ കുട്ടികൾ സ്ഥലം മാറിയാലും അവർക്ക് ചെല്ലുന്ന സ്ഥലത്ത് സ്കൂളിൽ അഡ്മിഷൻ കിട്ടും. പക്ഷേ പുതിയ സ്കൂള്, അധ്യാപകർ, സഹപാഠികൾ എന്നിവരോടൊക്കെ പൊരുത്തപ്പെടാൻ സമയം എടുക്കും. പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള വിഷമം മുതിർന്നവർക്കുമുണ്ട്. കുട്ടികളിൽ അത് കൂടുതൽ പ്രകടമായിരിക്കും എന്ന് മാത്രം. പുതിയ സ്ഥലവുമായി പൊരുത്തപ്പെടാനുള്ള പ്രയാസമുണ്ട്. പക്ഷെ അതിലും വിഷമമുണ്ടാക്കുന്ന മറ്റൊരു കാര്യം പഴയ കൂട്ടുകാരെയും സാഹചര്യങ്ങളെയും എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകണമെന്നതാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യമാണ്. അവർ പിരിഞ്ഞു പോകുന്ന കൂട്ടുകാരെ പിന്നീട് ഒരിക്കലും അവർക്ക് കാണാൻ സാധ്യതയില്ലല്ലോ. ഇത്തരം ബന്ധങ്ങൾ കുട്ടികൾക്ക് അധ്യാപകരുമായും ഉണ്ടാകും. അതൊക്കെ അറുത്തു മുറിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. ഇത്തരം വിഷമങ്ങൾ മനസ്സിലുള്ളപ്പോൾ തന്നെയാണ് പുതിയ സ്ഥലത്തെത്തുന്നതും അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നതും. കുറേ വർഷങ്ങൾ ജീവിച്ച നാട്ടിൽ നിന്നും അയൽപക്കത്തു നിന്നുമൊക്കെ പോകുക എന്ന് പറയുന്നത് ഒരു വിഷമമുള്ള കാര്യമാണ്. പഴയ വീടും അയൽപക്കത്തുള്ളവരെയും കൂട്ടുകാരെയും ഒന്നും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് ചില ഓർമ്മകൾ മാത്രമായിരിക്കും. അത് ശരിയാണ്. ഒരു സ്ഥലത്ത് കുറേ അധികം വർഷങ്ങൾ താമസിച്ചാൽ അവിടെ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും മരിച്ചു എന്നും വരാം. നമുക്ക് ആ നാട്ടിൽ നിന്നും പോകേണ്ടി വന്നാലോ? ആ മരിച്ചവരെ സംസ്കരിച്ച സ്ഥലം കൂടി നമുക്ക് വിട്ടിട്ട് പോകണമല്ലോ. അതും വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ വീട് മാറുന്നത്. അതിൽ ചിലത് വളരെ വേദനയുള്ളതുമാണ്. സാമ്പത്തിക പരാധീനത കൊണ്ട് വീടും പുരയിടവും വിൽക്കേണ്ടി വന്നവരുണ്ട്. അതുപോലെ തന്നെ കടം കാരണം ജപ്തി ഉണ്ടായി എല്ലാം നഷ്ടപ്പെട്ട് നാട് വിട്ടു പോകേണ്ടി വന്നവരുണ്ട്. പിന്നെ പ്രായമായി കഴിഞ്ഞ് മക്കളുടെ അടുത്തേക്ക് താമസം മാറുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ മക്കൾ നാട്ടിലല്ല, ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും. ആ മക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ സന്തോഷവും ആശ്വാസവും ഉണ്ടായിരിക്കും. കാരണം സ്വന്തം മക്കളുടെ അടുത്തേക്കാണല്ലോ പോകുന്നത്. എന്നാലും നാട് വിട്ടു പോകുന്നത് ഒരു ബുദ്ധിമുട്ടുമാണ്. എല്ലാ വീടുമാറ്റങ്ങളും വേദന ഉണ്ടാക്കുന്നവയല്ല. വളരുന്ന ആളുകൾ വാടക വീട്ടിൽ താമസിച്ച് അവസാനം സ്വന്തമായ ഒരു വീട് വയ്ക്കാൻ ദൈവം സഹായിച്ചു, അല്ലെങ്കിൽ സ്വന്തമായി ഒരു വീട് വാങ്ങാൻ സാധിച്ചു. ആ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നത് ഒരു സന്തോഷകരമായ കാര്യമാണ്. വളരെ വിചിത്രമായൊരു സാഹചര്യം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരിക്കും ഇത് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ വീട് വിറ്റു. വീടും പുരയിടുമാണ് വിറ്റത്. എന്നിട്ട് വടക്കൻ കേരളത്തിൽ ഒരു വീടും കുറേ സ്ഥലവും വാങ്ങി അങ്ങോട്ട് പോവുകയാണ്. അവിടെ കൃഷി ചെയ്ത് ജീവിക്കാനാണ് ഉദ്ദേശം. അവർ കുടുംബമായി സ്വന്തം നാട്ടിൽ നിന്ന് പോകുന്ന ദിവസം വന്നു. അവർ ഒരു ലോറിയിൽ സാധനങ്ങളൊക്കെ കയറ്റി പോവുകയാണ്. ആ വീട്ടിലെ സ്ത്രീകൾ ചിലർ കരയുന്നുമുണ്ട്. ഈ സമയത്ത് തന്നെ ഈ വീട് വാങ്ങിയവരും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് സ്വന്തമായ ഒരു വീട് കിട്ടിയ സന്തോഷമുണ്ട്. അതേസമയം വീട് വിറ്റവർക്ക് സങ്കടമായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്നവർ. ഗൾഫിൽ പോയാൽ എന്തെങ്കിലും തിരിച്ചു വന്നേ മതിയാവൂ. എന്നാൽ അമേരിക്കയ്ക്കോ കാനഡയ്ക്കോ യൂറോപ്പിനോ ഓസ്ട്രേലിയക്കോ ന്യൂസിലാൻഡിനോ ഒക്കെ പോകുന്നവർ മടങ്ങി വരില്ല. എന്നാൽ അവർക്ക് അത്ര വലിയ ദുഃഖമൊന്നുമില്ല. കാരണം ഒരു വികസിത രാജ്യത്തേക്കാണ് പോകുന്നത് എന്നോർക്കുമ്പോൾ അവർക്കൊരല്പം സന്തോഷവുമുണ്ട്. വീട് മാറിപ്പോകുന്നതിനെക്കുറിച്ച് ചിലർ പറയുന്നത് കേൾക്കാം. വീട് മാറുമ്പോൾ ആദ്യമായിട്ടെല്ലാം പാക്ക് ചെയ്യണം. പഴയ വീട്ടിലെ സാധനങ്ങൾ പുതിയ വീട്ടിൽ കൊണ്ട് അൺപാക്ക് ചെയ്യണം. അതൊരു വലിയ ജോലിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പഴയ വീടിന് ചേരുന്ന രീതിയിലായിരിക്കും പല ഫർണിച്ചറുകളും നമ്മൾ വാങ്ങിക്കുന്നത്. പുതിയ വീട്ടിൽ കറക്റ്റായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾ ഒരു പ്രാവശ്യമൊന്നും അല്ല വീട് മാറിയിട്ടുള്ളൂ. ഒത്തിരി പാടാണ് വീട് മാറി. 6 മാസത്തേക്ക് ഭയങ്കര പാടാണ്. ഇങ്ങനെ സാധനങ്ങളെല്ലാം ഓർഡറാക്കി വെക്കാനും പണിയെല്ലാം ഒതുങ്ങി വരാനൊക്കെ ആയിട്ട്. ആൾക്കാരൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടുള്ള വിഷയങ്ങൾ പുതിയ ആൾക്കാരായതുകൊണ്ട് മീൻസ് നമുക്ക് അറിയത്തില്ലല്ലോ. പണ്ടത്തെ ആയിരിക്കുമല്ലോ നമ്മുടെ ഏരിയ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് അത് അഡോപ്റ്റ് ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും. ഷിപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്, ഓർഡറായി വരാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട് മാറിപ്പോരുമ്പോൾ പഴയ അയൽപ്പക്കാരെയും കൂട്ടുകാരെയും ഒക്കെ മിസ് ചെയ്യല്ലേ? അതിൻ്റെ വിഷമങ്ങളുണ്ടാവും. അതൊരു സൈഡിൽ കൂടെ പോകും. അത് ഓവർകം ചെയ്യാൻ പുതിയ ആൾക്കാരായിട്ട് കുറേ കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുക. പിന്നെ എല്ലായിടത്തും പോയാലും നമുക്ക് ഇതിനനുസരിച്ച് മാറണമല്ലോ, ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറണം. എനിക്കാണ് ഒരു മകനാണെന്നുള്ളത്. അവൻ 1ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മുംബൈയിൽ നിന്ന് തിരികെ വന്നപ്പോൾ പെട്ടെന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല. അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഴയ മുന്നുണ്ടായിരുന്ന സ്ഥലത്തെ സുഹൃത്ത് ബന്ധങ്ങൾ, കൂട്ടുകാരെയൊക്കെ വിട്ടുപോരുമ്പോൾ പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ അവർ പുതിയ കൂട്ടുകാരെ കണ്ടെത്തേണ്ടി വരുന്നു. അവിടെ പഴയ കൂട്ടുകാരുടെയൊക്കെ ഓർമ്മകൾ, അവരുടെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എത്തുന്നത് നമ്മുടെ സ്വന്തം ഭവനത്തിലാണല്ലോ, ഒരു സുരക്ഷിതമായ സ്ഥലത്താണല്ലോ എന്നൊരു ആശ്വാസമാണ് ഇതിനൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. വീട് മാറിപ്പോകുമ്പോൾ ചിലർ ചിരിക്കും, ചിലർ കരയും. പലരും ആകാംക്ഷയോടെ മാത്രമാണ് വീട് മാറുന്നത്. പുതിയ സ്ഥലത്തേക്ക് താമസം മാറുമ്പോൾ ആ പുതിയ സ്ഥലത്തെക്കുറിച്ചുള്ള അറിവും ധാരണയുമാണ് ഓരോരുത്തരുടെയും മനോഭാവത്തെ നിയന്ത്രിക്കുന്നത്. മാറാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു നല്ല ധാരണയില്ലാത്തവരും പുതിയ സ്ഥലം അത്ര നല്ലതല്ല എന്ന് സംശയമുള്ളവരും പുതിയ സ്ഥലത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവരും സന്തോഷിക്കാൻ സാധ്യത കുറവാണ്. അവർക്ക് ദുഃഖമുണ്ടാവും, ഭയവും ആകാംക്ഷയും ഉണ്ടാവും. അവർക്ക് ഇപ്പോഴുള്ള സ്ഥലം തന്നെയാണ് നല്ലത് എന്ന മനോഭാവമാണ്. ഇംഗ്ലീഷിൽ നോൺ ഡെവിൾ ഈസ് ബെറ്റർ ദാൻ അൺനോൺ ഏഞ്ചൽ എന്നാണല്ലോ. എന്ന് വെച്ചാൽ അറിയാത്ത മാലാഖയേക്കാൾ നല്ലത് അറിയപ്പെടുന്ന പിശാചാണെന്നാണ്. വീട് വിട്ടുപോകാൻ എല്ലാവർക്കും അല്പം വിഷമമുണ്ടായിരിക്കും. ഇനി എത്ര നല്ല വീടുണ്ടെങ്കിലും, അതിലെത്ര നല്ല സൗകര്യങ്ങളുണ്ടെങ്കിലും, കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം വിട്ടുപോയേ പറ്റൂ. കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ എന്നല്ലേ? ഇവിടെയും പ്രശ്നം നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നതാണ്. പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള അറിവും ധാരണയുമായിരിക്കും ഓരോരുത്തരുടെയും ആ സമയത്തെ മനോഭാവത്തെ തീരുമാനിക്കുന്നത്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത്തരത്തിലുള്ളൊരു സംഭവമുണ്ട്. യോസെഫിൻ്റെ മൂത്ത സഹോദരന്മാർ അയാളെ ഒരു അടിമയായി വിറ്റു. എന്നിട്ട് അവരുടെ അപ്പൻ യാക്കോബിനോട് യോസെഫിനെ എന്തെങ്കിലും ഒരു വന്യമൃഗം കൊന്നിരിക്കുമെന്ന് കള്ളം പറഞ്ഞു. തൻ്റെ മരിച്ചുപോയ മകനെക്കുറിച്ച് കരഞ്ഞുകൊണ്ട് യാക്കോബ് 20 വർഷങ്ങൾ തള്ളി നീക്കി. ഈ സമയത്ത് യോസെഫ് ഈജിപ്തിലെ ഭരണാധികാരിയായി മാറി. അവസാനം യാക്കോബ് താൻ മരിച്ചുപോയി എന്ന് കരുതിയിരുന്ന യോസെഫ് ജീവിച്ചിരിക്കുന്ന വിവരമറിഞ്ഞു. യോസെഫ് തൻ്റെ അപ്പനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകാനുള്ള രഥങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ട യാക്കോബ് എന്ന ആ വൃദ്ധന് പുതുജീവനുണ്ടായി. എന്നാലും താൻ താമസിച്ചിരുന്ന ആ നാട് വിട്ട് ഈജിപ്തിൽ മകൻ്റെ അടുത്തേക്ക് പോകാൻ സമയമായപ്പോൾ യാക്കോബിന് ഒരല്പം ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ദൈവം യാക്കോബിനെ ധൈര്യപ്പെടുത്തി. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഭാവിയെല്ലാം അറിയുന്ന ദൈവം നമ്മെ സഹായിച്ചാൽ അതൊരു വലിയ ആശ്വാസവും ധൈര്യവുമായിരിക്കും.